ഹലോ എവ്രി വൺ വെൽക്കം ടു JM അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ എൻക്ലെക്സ് RNൽ എന്താണ് ഇൻട്രാതീക്കൽ റൂട്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻട്രാതീക്കൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കനാലിലോട്ടോ അല്ലെങ്കിൽ സബ് അരക്നോയിഡ് സ്പേസിലോട്ടോ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ റൂട്ടാണ് ഇൻട്രാതീക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഇൻട്രാതീക്കൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് അരക്നോയിഡ് സ്പേസിലോട്ടോ അല്ലെങ്കിൽ സ്പൈനൽ കനാലിലോട്ടോ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ്. ഓക്കെ, സോ എന്തൊക്കെ പേർപ്പസിനാണ് ഇൻട്രാതീക്കൽ റൂട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് പെയിൻ മാനേജ്മെന്റ്. ഓക്കെ, പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കാനായിട്ട് ഇൻട്രാതീക്കൽ റൂട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി ഒരു കത്തീറ്റർ വഴിയൊക്കെ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. സോ സെക്കൻഡ് വൺ ആണ് കീമോതെറാപ്പി ഡ്രഗ്സ് കൊടുക്കാനായിട്ട്. ഓക്കെ, സോ കീമോതെറാപ്പി ഡ്രഗ്സ് ഇൻട്രാതീക്കൽ സ്പേസിലോട്ട് ഇൻജെക്ട് ചെയ്യാനായിട്ട് ഈ ഒരു റൂട്ട് യൂസ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് സ്പൈനൽ അനസ്തേഷ്യയുടെ സമയത്ത്. ഓക്കെ, സ്പൈനൽ അനസ്തേഷ്യയുടെ സമയത്ത് ഡ്രഗ്സ് ഇൻജെക്ട് ചെയ്യാനായിട്ട് ഇൻട്രാതീക്കൽ റൂട്ട് ആണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പെയിൻ മാനേജ്മെന്റ്, കീമോതെറാപ്പി ഡ്രഗ്സ് ഇൻജെക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സ്പൈനൽ അനസ്തേഷ്യയുടെ സമയത്തും ഈ റൂട്ട് വഴി ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.